ഓണം എക്സാമിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലും പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങളുടെ ഓണം എക്സാം, അതായത് ഫസ്റ്റ് ടൈം എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിരുന്നത് നിങ്ങളുടെ സ്കൂളായിരുന്നു. എന്നാൽ ഈ വർഷം ബോർഡാണ്, കേരള ബോർഡാണ് ഫസ്റ്റ് ടേം എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിൻ്റെതായ ഡിഫറൻസ് കാണാൻ സാധിക്കും. എന്തായാലും നമ്മുടെ എക്സാമിനേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ വെയിറ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ്. 5 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിന് വരുന്നത്. ഏതൊക്കെയാണ്? റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, മെട്രിസസ്, ഡിറ്റർമിനൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇനി ഇതിൽ ഓരോന്നിന്റെ വെയിറ്റേജ്, ഈ വെയിറ്റേജ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബോർഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, സ്കൂളിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്കൂളിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ സ്കൂള് ഏതൊക്കെ ടോപ്പിക് എടുത്തു, ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു, അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും മേ ബി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജിൽ വ്യത്യാസം ഉണ്ടാവും. സോ അതിനൊരു ആവറേജ് എടുത്തിട്ട് മിക്കവാറും വരാൻ ചാൻസ് ഉള്ള ഒരു വെയിറ്റേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ വെയിറ്റേജ് ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് 16 ആണ്, ITF ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് 14 ആണ്, മെട്രിസസ് 17, ഡിറ്റർമിനൻസ് 13 ആൻഡ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 20 മാർക്സ് ആണ്. ഇതിൽ ഞാനൊരു ചെറിയൊരു +or-3 ഒരു ബഫർ കൊടുക്കുകയാണ്. +or-3 സാധാരണ നമ്മൾ പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോൾ +or-1 ഒക്കെ ബഫർ ഉണ്ടാവാറുള്ളൂ മാക്സിമം. പക്ഷേ ഇവിടെ ഞാനൊരു +or-3 കൊടുക്കുകയാണ്. കാരണം ബോർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിക്ക് വെയിറ്റേജ് ഇനിയും ഇൻക്രീസ് ആവും. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാൽക്കുലസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ മേ ബി കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിക്ക് വെയിറ്റേജ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഓണം എക്സാം ആയതുകൊണ്ട് തന്നെ 80 മാർക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 60 മാർക്കാണ് ഓപ്ഷൻസ് അടക്കം, 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 5 ചാപ്റ്റേഴ്സ് നമുക്ക് എന്താക്കാം, അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ സാധിക്കും. സോ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ഏതൊക്കെയാണ്? റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, പിന്നെ ഇക്വാലൻസ് റിലേഷൻ. ഇക്വാലൻസ് റിലേഷൻ പഠിക്കുമ്പോൾ അതിന് കൂടുതൽ എന്താക്കുക, ഇക്വാലൻസ് ക്ലാസ് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് വൺ ആണ് 1 and on2 ഫംഗ്ഷൻസ്, ബൈജക്റ്റീവ് ഫംഗ്ഷനും അത് മനസ്സിലാക്കി വെക്കണം. ഇത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. പിന്നെ കോമ്പോസിറ്റ് ഓഫ് ഫംഗ്ഷൻസും ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷനും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന 2 ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവും, അതേപോലെ 1 and 2 ഇക്വാലൻസ് റിലേഷനും ബൈജക്റ്റീവ് റിലേഷനും എന്തായാലും ചോദിക്കും. പിന്നെ മേ ബി അടുത്ത പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കാണുന്ന എല്ലാ പ്രോബബിൾ ക്വസ്റ്റ്യൻസും വരുന്ന വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിരിക്കും. ഇപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ കൂടെ കൂടിക്കോ. എല്ലാ പ്രോബബിൾ ക്വസ്റ്റ്യൻസും ഷുവർ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കും. അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് എന്താക്കും, ചാനൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. മെയിൻലി 3 ടോപ്പിക് ഇതിൽ പറയാനുള്ളൂ. അതായത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രിൻസിപ്പൽ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് സിംപ്ലസ്റ്റ് ഫോം, ഉറപ്പായിട്ടുണ്ടാവും സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അടുത്തതാണ് പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ടുള്ള. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ട്, സൈൻ തിരിച്ചുള്ള പ്രോപ്പർട്ടി ആയിക്കോട്ടെ. ഈ പ്രോപ്പർട്ടിയാണ് കൂടുതൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽസ് എക്സ്. എക്സ് ബിലോങ്സ് ടു എന്തായിരിക്കും? ക്ലോസ്ഡ് -π/2 to π/2. ഇങ്ങനെ വരുന്ന പ്രോപ്പർട്ടീസ് ഇതിൽ കോസ് ഇൻവേഴ്സിലും ടാൻ ഇൻവേഴ്സിലും സീക്ക് ഇൻവേഴ്സിലും കൊസീക്ക് ഇൻവേഴ്സിലും കോട്ട് ഇൻവേഴ്സിലൊക്കെ ഈ പ്രോപ്പർട്ടി ഉണ്ട്. സോ ഈ പ്രോപ്പർട്ടി ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്നു. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? റിഡക്ഷൻ ഫോമിൽ യൂസ് ചെയ്യണം. സോ അങ്ങനെ നിങ്ങൾ ക്വസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യണമെന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. സോ ഈ കാണുന്ന 3 ടോപ്പിക് നിങ്ങൾ എന്താക്കുക, പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാനൊക്കെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. അതായത് സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് ട്രിഗണോമെട്രിക് ഐഡിയാസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് മെട്രിസസ്. മെട്രിസസിൽ ആകെ എനിക്ക് 3 ടോപ്പിക്ക് പറയാനുള്ളൂ. 3 ടോപ്പിക് എന്ന് പറയുമ്പോൾ 4 ടോപ്പിക് ഉണ്ടാവും. അതായത് കൺസ്ട്രക്ഷൻ, ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. പിന്നെ ഓർഡറിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവാം. അതായത് മെട്രിക്സിന്റെ ഓർഡറിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻസ് ഉണ്ടാകാം. എന്നാലും 100% ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ടോപ്പിക്കിൽ ഒന്ന് കൺസ്ട്രക്ഷൻ ആണ്. ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. നെക്സ്റ്റ് വൺ ആണ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ 100% ഉറപ്പിച്ചു. മൾട്ടിപ്ലിക്കേഷൻ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റൻ എന്തായാലും ഉണ്ടായിരിക്കും. അഡീഷൻ വന്നുകൊണ്ട് ഈക്വൽ മെട്രിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വന്നുകൊണ്ട് അൺനോൺസിന്റെ വാല്യൂ, എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ ക്വസ്റ്റൻ നമുക്ക് എന്താക്കാം, എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതായത് മിക്കവാറും പറയാം ഏതെങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സ് തരും, എന്നിട്ട് സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് ആ മെട്രിക്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറയും. ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് അറിയാലോ. എന്താ ട്രാൻസ്പോസ് പറഞ്ഞാൽ? നമ്മൾ റോനെയും കോളം ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടും, ഒരു മെട്രിക്സിന് ട്രാൻസ്പോസ് കിട്ടും. ഇപ്പൊ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും എന്ന് പറയുമ്പോൾ
അതിന് സമ്മായിട്ട് ഒരു സ്ക്വയർ മെട്രിക്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പൊ ഈ 3 ടോപ്പിക് നിങ്ങൾ എന്താക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസിൽ നമ്മൾ ഫസ്റ്റ് ഡിറ്റർമിനൻ എന്തായാലും കണ്ടുപിടിക്കാൻ പഠിക്കണം. ഡിറ്റർമിനൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സിൽ നിന്നാണ്. സ്ക്വയർ മെട്രിക്സിൽ ഉണ്ടാവുള്ളൂ ഡിറ്റർമിനൻ ഉണ്ടാവുള്ളൂ. സ്ക്വയർ മെട്രിക്സിനോട് അസോസിയേറ്റ് ചെയ്തൊരു നമ്പർ ആണെന്ന് ഡിറ്റർമിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഡിറ്റർമിനൻ നിങ്ങൾ 2/2 ആകുമ്പോഴും 3/3 ആകുമ്പോഴും കണ്ടുപിടിക്കാൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏരിയ ഓഫ് ട്രയാങ്കിൾ വെച്ചുകൊണ്ട്, ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഫോർമുല വെച്ചുകൊണ്ട് 3 ക്വസ്റ്റ്യൻസ് ചാൻസ് ഉണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽസ് 3 കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ, 3 കോർഡിനേറ്റ്സ് x1 y1 x2 y2 x3 y3 ട്രയാങ്കിളിന്റെ 3 കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ ഹാഫ് ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1. ഇത് ചെയ്താൽ മതി. ഇതാണ് ചെയ്യേണ്ടത്. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് മേ ബി ഏരിയ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ അൺനോൺ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയും. ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈക്വൽ 0 വെച്ച് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ വീഡിയോസ് എന്തായാലും നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ബേസ്ഡ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് കെ ഈക്വൽസ്, അതായത് ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്താ വരിക? ഒരു എക്സാമ്പിൾ പറയാട്ടോ ഇതിനൊക്കെ. ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ എന്ന് പറഞ്ഞാൽ ഓർഡർ n ആയിട്ടുള്ള മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് എ ആണ്. എ എന്ന് പറഞ്ഞാൽ ഓർഡർ n ആട്ടോ. സോ ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ളതും പിന്നെ അതുപോലെ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് കണ്ടുപിടിക്കാനുള്ളതും ആ പ്രോപ്പർട്ടീസ്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് a⁻n-1 ആണ്. എ എന്ന് പറഞ്ഞാൽ ഓർഡർ n ആയിട്ടുള്ള മെട്രിക്സ് ആണെങ്കിൽ. സോ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ബേസ്ഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ മൈനറും കോഫാക്ടറും അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ പഠിക്കുന്നതാണ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. നെക്സ്റ്റ് സിംഗുലാർ മെട്രിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഞാൻ കൂടുതൽ കാണുന്നുണ്ട്. അൺനോൺ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കാം. പിന്നെ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെട്രിക്സ് മെത്തേഡ്. മെട്രിക്സ് മെത്തേഡ് നമുക്ക് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് ഞാൻ ഒരു 2 സ്റ്റാർ ഇടുന്നുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ 2 അല്ല 3 സ്റ്റാർ. 6 മാർക്കിന് എപ്പോഴും ചോദിക്കാറുണ്ട്. 6 or 4 മാർക്കിന് എന്തായാലും ചോദിക്കും. മെട്രിക്സ് മെത്തേഡ് വെച്ചുകൊണ്ട് എന്ത് കണ്ടുപിടിക്കാൻ? മെട്രിക്സ് മെത്തേഡ് വെച്ചുകൊണ്ട് അൺനോൺസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറയും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ അത് സിംഗുലാർ മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ നോൺ സിംഗുലാർ ആണ്. സിംഗുലാർ അല്ലെങ്കിൽ മാത്രമേ അതിന് ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. സിംഗുലാർ മെട്രിക്സ് എന്തുണ്ടാവില്ല? ഇൻവേഴ്സ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ് ഈക്വൽസ് 1/ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജ്. എടാ അഡ്ജയെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ശരിക്കും മൈനർ കണ്ടുപിടിക്കും, കോഫാക്ടർ കണ്ടുപിടിക്കും, കോഫാക്ടർ മെട്രിക്സിന് ട്രാൻസ്പോസ് എടുക്കും. അതാണ് അഡ്ജ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അഡ്ജയെ കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് എന്തായാലും നമ്മുടെ ചാനൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താക്കുക? ഷോർട്ട് കട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ആണ് അവസാനത്തെ ചാപ്റ്റർ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇതിൽ ആക്ച്വലി ഒന്നും ഒഴിവാക്കാനില്ല. എന്നാലും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാർ ഇടുന്ന കുറച്ച് ടോപ്പിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കെന്റെ വാല്യൂ കണ്ടുപിടിക്കാണ്ടാവും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് അൺനോൺ. കെന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. പിന്നെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനും പറയും. അതിൽ മിക്കവാറും ഒന്നെങ്കിൽ കണ്ടിന്യൂറ്റി ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഒരു പീസ് വൈസ് ഫംഗ്ഷൻ എന്നിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറയും. ഓക്കെ, സോ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടിന്യൂറ്റി കേസിൽ. ഇനി അടുത്ത് വരാണെങ്കിൽ ചെയിൻ റൂൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ചെയിൻ റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ചെയിൻ റൂൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. മേ ബി ഒരു മാർക്കിന് ചോദിച്ചേക്കാം. ചെയിൻ റൂൾ നിങ്ങൾ പഠിച്ചിരിക്കൽ ബാക്കി എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി ഈ ഓരോ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ചെയിൻ റൂൾ അറിഞ്ഞിരിക്കണം. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാളെ പറയുകയാണെങ്കിൽ ഞാൻ 2 സ്റ്റാർ ഇടുന്നത് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ആണ്. 2 സ്റ്റാർ ഉണ്ടാവും. ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ എന്തായാലും പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ പാരാമെട്രിക് ഫോം, ദിസ് ഇസ് 2. ഈ 2 ആൾക്കാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സിൽ മേ ബി ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു സ്റ്റാർ എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇംപ്ലിസിറ്റും ITF അത്ര ഡിഫിക്കൽട്ട് അല്ല, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ചെയ്യും. സോ ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ്, ഷുവർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എന്താക്കുക? ചാനൽ ഫോളോ ചെയ്ത് കുടിക്കോ. സോ ഇത്രയുമാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇപ്പോൾ ഷറായിട്ട് പഠിക്കുക. ഓണം എക്സാം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ഇപ്പം നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. ഇസ്മി അസ്ലം സൈനിങ് ഓഫ്. ബൈ.